ഹലോ, ബിജു ദേവരാജാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. രേഖാചിത്രം എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ആസിഫ് അലിയാണ് നായകനായി എത്തുന്നത്. ആസിഫ് അലി പോലീസ് വേഷത്തിലാണ് എത്തുന്നത്. അപ്പോൾ ആസിഫ് അലി ഒരു ഓൺലൈൻ റമ്മി കളിച്ചതിന്റെ പേരിൽ വലിയൊരു തുക സമ്പാദിക്കുകയും അത് പോലീസ് സേനയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിന്റെ പേരിൽ ആസിഫ് അലിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സിനിമയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. സിദ്ദിഖും ഒരു ഗംഭീര വേഷത്തിലെത്തുന്നു. വളരെ ചെറിയ സമയം മാത്രമാണ് സിദ്ദിഖ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിദ്ദിഖിന്റെ ഒരു തുറന്നു പറച്ചിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നതിന്റെ കാരണമാകുന്നത്. ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു സ്ക്രിപ്റ്റ് വൈസ് സിനിമ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതായത് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ രസകരവുമാണ്. അതിന്റെ ഒരു അത്രത്തോളം എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ കാലത്തെ സിനിമാ സെറ്റില് ജൂനിയർ ആർട്ടിസ്റ്റായി എത്തുന്ന ഒരു സിനിമ നടിക്ക് അല്ലെങ്കിൽ അഭിനയിക്കാൻ വന്നൊരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെടുകയും അത് ഈ കാലത്ത് മറ്റൊരാള് അത് ചെയ്യാൻ കൂട്ടുനിന്ന ഒരാള് കൺഫസ് ചെയ്യുകയും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് സിനിമ ചർച്ച ചെയ്തു പോകുന്നത്. പക്ഷെ അത് വളരെ രസകരമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പഴയ കാലത്തിന്റെ ചിത്രീകരണത്തിൽ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയൊക്കെ ഇതിനകത്ത് അഭിനയിച്ച് പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രത്തോളം എന്താ പറയുക, എനിക്കൊന്ന് AI ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കാം ചെയ്തിരിക്കുന്നത്. പക്ഷെ അത്രത്തോളം മികച്ച രീതിയിൽ നമുക്ക് അത് ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആ പഴയ കാലത്തിന്റെ ആർട്ട് വർക്കും അതൊക്കെ നമുക്ക് ആ കാലം എങ്ങനെയായിരുന്നു എന്നുള്ളത് പോലെ നമുക്ക് ആ സിനിമയുടെ ആ കാലത്തെ സിനിമ മേക്കിംഗ് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ഒരു ഇതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം ആ ഒരു കാലത്തെ മേക്കിംഗ് കാണുമ്പോൾ ഉള്ളൊരു സുഖം നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള ഒരു രീതികളൊക്കെയാണ്. പക്ഷെ അതൊക്കെ കൃത്യമായ രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പ്ലേസിങ്, നമ്മുടെ ഇപ്പം ജഗദീഷ് ഉണ്ട്, അതുപോലെ തന്നെ മമ്മൂട്ടി ഉണ്ട്, അതേപോലെ നമ്മുടെ ഭരതൻ എന്ന് പറയുന്ന ഡയറക്ടറൊക്കെ ഇതിനകത്ത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് കാണാൻ പറ്റും ആ സിനിമകളുടെ ചിത്രീകരണത്തിന്റെ സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വളരെ മികച്ച രീതിയിൽ ഈ സിനിമയിൽ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ കൗതുകം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ആ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ദ്രൻസ് ഒരു കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട്. ആ ഒരു ഇന്ദ്രൻസിന്റെ കഥാപാത്രമൊക്കെ നമുക്ക് എവിടെയോ നമ്മൾ കേട്ട് മറന്ന പഴയകാല സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ആ ഒരു രീതിയൊക്കെ വളരെ കൃത്യമായിട്ട് അതിനകത്ത് വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ മനോജ് കെ ജയൻ വളരെ കൃത്യമായിട്ട് വളരെ നല്ലൊരു ഗെറ്റപ്പിൽ തന്നെയാണ് ഈ സിനിമയിൽ വരുന്നത്. എന്തുകൊണ്ടോ ഒരു പ്രത്യേക പേഴ്സണാലിറ്റി, ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്ത് ആ സിനിമയിൽ മെയിൻ വില്ലൻ എന്നൊക്കെ പറയാം. പക്ഷെ അത് കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ, ഒരു നോട്ടത്തിൽ പോലും ഫീൽ ചെയ്യുന്ന രീതിയിൽ, ഒരു പക്ഷേ ഡയലോഗൊക്കെ വളരെ കുറവാണെങ്കിൽ കൂടെ ഇതിന്റെ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ നല്ല രസമായിട്ട് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും നമുക്കൊരു മികച്ച അനുഭവം തരുന്നത് തന്നെയാണ് ഈ സിനിമ. തൃപ്തിക്കുറവില്ല, വളരെ കൃത്യമായിട്ട് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഫാമിലി എന്റർടൈനർ എന്ന രീതിയിൽ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു മികച്ച സിനിമ തന്നെയാണ്. ഈ ഒരു കാലത്ത് വന്നിരിക്കുന്ന സിനിമകളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല സിനിമ. ആസിഫ് അലിയുടെ തന്നെ എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു സിനിമകളിൽ പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നമുക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.